വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ പ്രോഗ്രാമാണിത്. അടുത്ത ടെലികാസ്റ്റ് തിങ്കളാഴ്ചയായിരിക്കും. ഈ സമയത്ത് ഈ എപ്പിസോഡ് ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത രണ്ട് വ്യക്തികൾക്ക് വേണ്ടി, സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച രണ്ട് വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ലോകമെമ്പാടുമുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, വൈറ്റിലയിൽ നിന്നുള്ള ബാബുവിനും സ്മിത ബാബുവിനുമായി പ്രാർത്ഥിക്കുന്നവരുടെ വെഡിങ് ആനിവേഴ്സറി ഇന്ന് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവെ, അവരെ ഞങ്ങൾ ആ ദാമ്പത്യ ജീവിതത്തെ ഞങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവർക്ക് നല്ല ആത്മീയ വളർച്ച ഉണ്ടാകട്ടെ, ഒരു സ്വന്തം ഭവനം ഉണ്ടാകട്ടെ, ഒരു കുഞ്ഞുണ്ടാകേണ്ടതിനായി ഈ സമയത്ത് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദമ്പതികളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ കസിൻസ് എല്ലാവരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, അവരുടെ ബന്ധുക്കളെല്ലാം യേശുവിനെ തിരിച്ചറിയാൻ ഒക്കെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ചന്ദ്രപൂരിൽ നിന്നുള്ള ദിവ്യ കുര്യാക്കോസിനും ബോബിക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം ഇന്നലെ നടന്നല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ദിവ്യയും ബോബിയെയും അനുഗ്രഹിക്കുന്നു. വളരെ സന്തോഷകരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതം കർത്താവ് അവർക്ക് കൊടുക്കണമേ. ദിവ്യയുടെ പാരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുര്യാക്കോസിനെയും എൽസിയെയും ഒരേ മകൻ ദീപുവിനെയും ഇപ്പോൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് നല്ല ആരോഗ്യവും അനുഗ്രഹങ്ങളും കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബെസ്റ്റ് വിഷസ് ദിവ്യ ആൻഡ് ബോബി. മേ ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിങ്ങാലക്കുട ആഗസ്റ്റ് 26 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. SN ക്ലബ് ഓഡിറ്റോറിയം, മുനിസിപ്പൽ ഓഫീസിന് എതിർവശം, ഇരിങ്ങാലക്കുട. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും, കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 4 മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കുറഞ്ഞ തുകയ്ക്കുള്ള ഏർലി ബേർഡ് സ്കീം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. Verse number 14 says, indignant because Jesus had healed on the Sabbath, the synagogue leader said to the people, there are 6 days to work. So come and be healed on those days, not on the Sabbath. യേശു സൗഖ്യമാക്കിയത് ശബത്തിൽ ആയിരുന്നതുകൊണ്ട് പള്ളിയിലെ അധികാരികൾ കോപം നിറഞ്ഞ് ജനങ്ങളോട്, വേലയ്ക്ക് 6 ദിവസമുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ വന്ന് സൗഖ്യമായി കൊള്ളണം, ശബത്തിൽ പാടില്ല. 18 years this lady was crippled,
18 വർഷം ഈ സ്ത്രീ കൂന് പിടിച്ച അവസ്ഥയിലായിരുന്നു. The leader of the synagogue could not heal her. ഈ പള്ളിയുടെ അധികാരിക്ക് അവളെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. None of the committee members or board members or other people in the synagogue, anyone connected to the synagogue could heal her. ഇവിടെ ആ പള്ളിയിലെ അധികാരികൾക്കോ അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോ ആ പള്ളിയുമായി ബന്ധപ്പെട്ട ആർക്കും തന്നെ അവളെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. But the presence of Jesus on that day, on that Sabbath day, healed her. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം അന്നത്തെ ആ ശബ്ബത്ത് ദിവസത്തിൽ അവളെ സൗഖ്യമാക്കി. We may think that the whole synagogue, including the ministers and the leaders, would be happy. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, ആ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും, അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകരെല്ലാവരും ഒരുപക്ഷെ സന്തോഷത്തിലായിരിക്കാമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം. Maybe the common people, the ordinary people, they were praising God, thanking God and singing songs and rejoicing. ഒരുപക്ഷെ അവിടെ തടിച്ചുകൂടിയിരുന്ന സാധാരണ ആളുകൾ ഒരുപക്ഷെ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിന്നിരുന്നായിരിക്കും. But the leader of the synagogue was very, very angry. എന്നാൽ ആ സിനഗോഗിന്റെ മേലധികാരി വളരെയധികം ദേഷ്യപ്പെടുവാനിടയായി. So religious that he could not understand why Jesus healed on a Sabbath day that was banned. അദ്ദേഹം വളരെയധികം ദേഷ്യത്തിലായി. കാരണം എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഈ ശബ്ബത്തിന്റെ ദിവസത്തിൽ തന്നെ രോഗിയെ സൗഖ്യമാക്കിയത്? അല്ലെങ്കിൽ വേറൊരു ദിവസത്തിൽ അദ്ദേഹത്തിന് രോഗസൗഖ്യം നടത്താമായിരുന്നില്ലേ? Synagogue leader said, you have 7 days a week, 6 other days you can come over and get healed, but not on a Sabbath day. It is not allowed according to the Jewish law. നിങ്ങൾക്ക് 6 ദിവസമില്ലേ? ആ ദിവസങ്ങളിൽ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സൗഖ്യം നിങ്ങൾ പ്രാപിച്ചു. പക്ഷേ ശബത്ത് ദിവസം അത് പാടില്ല. അത് യഹൂദന്മാരുടെ നിയമപ്രകാരം അത് തെറ്റാണ്. Then the Lord answered him, you hypocrites, doesn't each of you on the Sabbath day untie your ox or donkey from the stall and lead it out to give it water? അപ്പോൾ യേശു കർത്താവ് അവനോട് ഉത്തരം പറഞ്ഞു, കപടഭക്തിക്കാരെ, ശബത്തിൽ നിങ്ങൾ ഓരോരുത്തരും തൻ്റെ കാളയെ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കൊടുക്കുവാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ലേ? Then should not this woman, a daughter of Abraham, whom Satan has kept bound for 18 long years, be set free on the Sabbath day from what bound her? 16ാമത്തെ വാക്യം, അബ്രഹാമിന്റെ മകളായ ഇവളെ സാത്താൻ 18 വർഷമായി ബന്ധനത്തിൽ വെച്ചിരുന്നു. ശബത്ത് നാളിൽ അവളെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കേണ്ടതല്ലേ? Jesus asked 2 questions here. ഇവിടെ യേശു കർത്താവ് 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. Number 1, even though it's a Sabbath day, will you not help out your oxen, your domestic animals will you not feed your domestic animals? ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങളുടെ ആ കാളയോ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയോ ആ ശബത്ത് ദിവസത്തിൽ നിങ്ങൾ ആ ഭക്ഷണം കൊടുക്കാറില്ലേ? If you can do that, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ why can't I heal a woman who is the daughter of Abraham, a daughter of Abraham, whom Satan has bound for 18 years? അങ്ങനെയെങ്കിൽ എനിക്ക് ഈ അബ്രഹാമിന്റെ മകളായ ഇവളെ 18 വർഷം സാത്താൻ ബന്ധനത്തിലാക്കി വെച്ചിരുന്ന ഇവളെ സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയുകയില്ലേ? She was a daughter of Abraham. She was a descendant of Abraham. ഇവൾ അബ്രഹാമിന്റെ മകളായിരുന്നു. എന്ന് വെച്ചാൽ ഇവൾ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവളായിരുന്നു. That means she was a covenant woman. അതിന്റെ അർത്ഥം ഇതാണ്, ഇവൾ ഒരു ഉടമ്പടിയുടെ ഒരു സ്ത്രീയായിരുന്നു. God had cut a covenant with Abraham and his descendants. ദൈവം അബ്രഹാമിനോടും അവന്റെ സന്തതി പരമ്പരകളോടും ദൈവം ഒരു ഉടമ്പടി ചെയ്തു. And in the covenant, healing also is included. ആ ഉടമ്പടിക്കകത്ത് രോഗസൗഖ്യവും അടങ്ങിയിരിപ്പുണ്ട്. So it is her legal right to receive the healing from God because there is a prevailing remaining covenant. ഇവളുടെ നിയമപരമായ അവകാശമാണ് രോഗസൗഖ്യം പ്രാപിക്കുക എന്നുള്ളത്. കാരണം അബ്രഹാമിനോട് അന്ന് ചെയ്ത ആ ഉടമ്പടിക്കകത്ത് ഇവളുടെ രോഗസൗഖ്യവും അടങ്ങിയിട്ടുണ്ട്. But even though
she was suffering from this problem for 18 years. She was a covenant woman. She was the descendant of Abraham, and she had the legal right to be healed. ഇവൾ 18 വർഷം ഇവൾ ഈ രോഗത്തിൽ ആയിരുന്നെങ്കിലും ഇവൾ അബ്രഹാമിൻ്റെ സന്തതി ആയിരുന്നതുകൊണ്ടും ഇവൾക്ക് രോഗസൗഖ്യം പ്രാപിക്കുവാനുള്ള അവകാശമുണ്ട്. And Satan's work in her was illegal. ഇവളുടെ ജീവിതത്തിലുള്ള പിശാചിന്റെ പ്രവൃത്തിയാണ് അത് നിയമപരമായി അല്ലാത്തത്. Now listen to this. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും In the New Testament today, ഇന്ന് ഈ പുതിയ നിയമകാലത്ത് we are in a covenant with the Lord Jesus. നമ്മൾ യേശു കർത്താവുമായി ഒരു ഉടമ്പടി ബന്ധത്തിലാണ്. You remember, on the day Jesus was betrayed, that night, Jesus took bread and wine. Especially, he took the wine cup, raised it up, and he said, "Drink from this. This is the blood of a new covenant." യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്ത ആ രാത്രിയിൽ അദ്ദേഹം അപ്പവും പ്രത്യേകിച്ച് വീഞ്ഞിൻ്റെ കപ്പ് എടുത്ത് അദ്ദേഹം ഉയർത്തിയിട്ട് പറഞ്ഞ്, ഇത് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിക്കായി ചൊരിയപ്പെടുന്ന രക്തമാകുന്നു. That is a blood covenant. അതൊരു രക്ത ഉടമ്പടിയാണ്. When we receive Jesus into our hearts, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, when we believe that Jesus shed his blood for us, നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, when we confess that Jesus is our Lord, നമ്മൾ നമ്മുടെ വായ കൊണ്ട് യേശു എൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറയുമ്പോൾ, when we get saved through that confession, നമ്മൾ ആ ഏറ്റുപറച്ചിലൂടെ നമ്മൾ ആ ഉടമ്പടിയുടെ ഭാഗമായി മാറുമ്പോൾ, we are also included in the covenant. നമ്മൾ ഓരോരുത്തരും ആ ഉടമ്പടിയുടെ ഭാഗമായി മാറുകയാണ്. This woman who had been bound for 18 years did not know the covenantal freedom. ഇവൾ ഈ 18 വർഷം ഇങ്ങനെ കൂനിയായിരുന്ന ഈ സ്ത്രീ ഒരിക്കലും ഈ ഉടമ്പടിയുടെ സ്വാതന്ത്ര്യം, ഉടമ്പടിയുടെ അനുഗ്രഹം അവൾ അനുഭവിച്ചിരുന്നില്ല. Some of you sitting here, you don't know the covenantal blessings. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും നിങ്ങൾക്ക് ഈ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളെ പറ്റി അറിയത്തില്ല. Today I'm speaking to you because you believe Jesus in your heart. You are in a covenant with God, and in the covenant you have the legal right to receive all the blessings. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട്, വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ യേശുവുമായി ഒരു ഉടമ്പടി ബന്ധത്തിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സകല ദൈവിക അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും വരുന്നതിന് ആ ഉടമ്പടിയിൽ അതെല്ലാം അടങ്ങിയിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Let's give the Lord a clap offering. കൈകൾ അടിച്ചുകൊണ്ട് യേശു കർത്താവിന് നന്ദി പറഞ്ഞാൽ, The Holy Spirit tells me there is a person who has a severe problem in one ear. ഇവിടെ ഒരു വ്യക്തിയുണ്ട്, പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ഒരു ചെവിക്കകത്ത് വളരെ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി. And the Lord wants to heal you today. നിങ്ങളെ സൗഖ്യമാക്കുവാൻ വേണ്ടി യേശു ആഗ്രഹിക്കുകയാണ്. God wants to heal you. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. Jesus is a healing God. യേശു കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. Jesus can set you free. യേശുവിനെ നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ കഴിയുന്നതാണ്. 18 years, 28 years, 38 years or more, that doesn't matter. Jesus wants to heal you. 18 വർഷമോ 28 വർഷമോ 38 വർഷമോ എത്ര വർഷമാണെങ്കിലും യേശു കർത്താവിനെ നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. But before that, take a decision in your heart. I'm going to serve Jesus from this moment. അതിനു മുൻപായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഇപ്രകാരമാണ്: ഇന്നു മുതൽ ഞാൻ യേശുവിനെ സേവിക്കാൻ പോവുകയാണ്. I'm going to become a covenant child of God. ഞാൻ യേശുവുമായി ഒരു ഉടമ്പടിയുടെ പൈതലായി മാറാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. How many of you want to live like that? നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കുവാൻ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? Lift up both of your hands. നിങ്ങളുടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ, Thank you, Jesus. യേശുവേ, Lord, I want to be a part of your blood covenant. യേശുവേ, അങ്ങയുടെ ആ രക്ത ഉടമ്പടിയുടെ ഭാഗമായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I believe that Jesus shed his blood for me. ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവ് ആ രക്തം ചൊരിഞ്ഞത് എനിക്ക് വേണ്ടിയാണ്. And I receive Jesus into my heart. ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുകയാണ്. I'm not going to serve any other one. I am going to serve Jesus alone the rest of my life. ഞാൻ മറ്റേ ആരെയും ഇനി സേവിക്കാൻ പോകുന്നില്ല. യേശുവിനെ മാത്രം ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ സേവിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Move your hands and say hallelujah. കൈകൾ വീശിക്കൊണ്ട് യേശുവിനെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ആരാധിച്ചാൽ,
ഇവർ പറഞ്ഞത് ഇതാണ്, താൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ കയ്യിൽ മുകേഷ് ബ്രദറിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ കിടപ്പ് ശരിയല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്, സ്കാനിങ് നോക്കിയിട്ട്. അപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതിനുശേഷം ഡെലിവറിയുടെ സമയം എന്ന് പറയുന്നത് നോർമൽ ഡെലിവറി അല്ലായിരുന്നു, സിസേറിയനിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. പക്ഷേ കുഞ്ഞിനെ പുറത്തെടുക്കുന്ന സമയത്ത് ഏത് മാതാപിതാക്കന്മാരും ദുഃഖിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നടന്നു. കുഞ്ഞിൻ്റെ ഇടത്തെ കാലിൻ്റെ അരയിലെ ജോയിൻറ്റും മുട്ടിലെ ജോയിൻറ്റും ശരിയായി ഫങ്ഷൻ ചെയ്യില്ലായിരുന്നു, അതിൽ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാല് എങ്ങനെ വേണമെങ്കിലും തിരിക്കാം, മുകളിലേക്കും താഴേക്കും എങ്ങനെ വേണമെങ്കിൽ കറക്കിയായാലും തിരിക്കാൻ സാധിക്കുമായിരുന്നു. ഇവർ ഒത്തിരി വേദനിച്ചു, വല്ലാതെ ദുഃഖിച്ചു. ആ സമയത്ത് തൻ്റെ ഭാര്യയുടെ അമ്മയുടെ ഒരു സുഹൃത്ത് നമ്മുടെ കോട്ടയം ബ്ലെസ്സിങ് സെൻ്ററിൽ ആരാധനയ്ക്ക് പോകുന്ന ഒരു സഹോദരിയാണ്. ആ സമയത്ത് അവിടെയുള്ള ശുശ്രൂഷൻ്റെ നമ്പർ കൊടുത്തു. അങ്ങനെ ഈ മുകേഷ് എന്ന് പറയുന്ന ഈ വ്യക്തി ആ ഫോൺ നമ്പറിൽ, ശുശ്രൂഷൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട്, ആ ബ്രദർ ശുശ്രൂഷൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ലൗഡ് സ്പീക്കറിലിട്ട് താൻ ചെയ്തത് തൻ്റെ കൈയെടുത്ത് കുഞ്ഞിൻ്റെ ഇടത്തെ കാലിൻ്റെ മുകളിൽ വെച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കൈ വെച്ച് ഇവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കാരണം ഡോക്ടർ പറഞ്ഞത് ഇത് ചില പ്രത്യേക ഹോസ്പിറ്റലിൽ പോയാൽ ഒരുപക്ഷെ ശരിയാകും, ഉറപ്പൊന്നുമില്ല എന്ന് പറയുന്ന സമയത്താണ് ഇവർ ആ നമ്പർ ലഭിച്ചതും വിളിച്ചതും. അങ്ങനെ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് വിളിച്ചു, പ്രാർത്ഥിച്ചു, താൻ കൈവച്ചു, പ്രാർത്ഥന സ്വീകരിച്ചു. പിറ്റേ ദിവസം കുഞ്ഞിൻ്റെ വിരൽ അനങ്ങാൻ തുടങ്ങി. തൻ്റെ ഇടത്തെ കാലിലെ വിരൽ ആദ്യം ഒന്ന് പതുക്കെ അനങ്ങാൻ തുടങ്ങി. അതുവരെ ആ കാലിന് ചലനശേഷിയില്ലായിരുന്നു. വലത് കാലം മാത്രമേ അനങ്ങുള്ളൂ, ഇത് അങ്ങോട്ട് അനങ്ങില്ല, തളർന്നു കൊടുക്കായിരുന്നു. പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എന്താ സംഭവിച്ചത്? വിരൽ അനങ്ങാൻ തുടങ്ങി. ദൈവം ഒരു അത്ഭുതം ചെയ്തു. എത്ര ദിവസത്തിന് ജനിച്ച എത്രാമത്തെ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്? മൂന്നാമത്തെ ദിവസം. ആ 3 ദിവസത്തിനിടയിൽ കുഞ്ഞ് കാല് ചലിപ്പിച്ചിട്ടില്ല, വിരൽ ചലിപ്പിച്ചിട്ടില്ല. 3ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ ഡിസ്ചാർജ് ചെയ്താൽ ഒരു എക്സ്റേയും കൂടി എടുക്കും. പക്ഷേ ഈ എക്സ്റേയും കൊണ്ട് ഇവിടെ കാണിക്കണ്ട, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാൽ മതി, ഒരു പക്ഷേ ശരിയാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ എക്സ്റേ എടുത്തതിന് ശേഷം ഈ പറഞ്ഞ ഡോക്ടർ തന്നെ അതെടുത്ത് വെച്ച് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല, ജോയിൻറ്റിൽ, അത് ഇടുപ്പിലെ ജോയിൻറ്റിന് മുട്ടിന് ഒരു കുഴപ്പമില്ല. സൗഖ്യമാക്കുന്ന നമ്മുടെ കർത്താവ് അന്നത്തെ ആ പ്രാർത്ഥന കേട്ട് കുഞ്ഞിനെ പൂർണ്ണമായും കാലിന് സൗഖ്യം നൽകി.
ഡോക്ടർ അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിരുന്നത്? ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ 2-3 ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു. പിന്നെ അതും പറഞ്ഞു പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു, തൃശ്ശൂർ. അങ്ങോട്ട് പോയാൽ മതി. പിന്നെ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ നേരെയൊക്കെ എടുക്കാം, വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ സമയം തുടങ്ങി എന്താ സംഭവിച്ചത്? നമുക്കറിയാം, ഒരു സ്വന്തം കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറ്റിയാൽ എത്രമാത്രം ആ മാതാവിൻ്റെയും പിതാവിൻ്റെ ഹൃദയം തകരും. ഒരു കുഞ്ഞിൻ്റെ കാല് ശരിയാകില്ല, അതും ഒരു പെൺകുഞ്ഞിൻ്റെ കാല് ബ്രദർ നേരത്തെ പറഞ്ഞത് ആ കുഞ്ഞിൻ്റെ കാല് തലയിൽ മുട്ടുമായിരുന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ എല്ലിൻ്റെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ബോളൊന്നും കൃത്യമായിട്ട് അത് പ്രവർത്തിക്കില്ലായിരുന്നു. പാവയുടെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് ചലനശേഷിയില്ല. ഇവിടെ വരും, അങ്ങോട്ടൊക്കെ എങ്ങോട്ടാക്കാൻ പറ്റും. ഡോക്ടർ ഇങ്ങനെ കാണിച്ചു തന്നു. അങ്ങനെ ഡോക്ടർ അങ്ങനെ കാണിച്ചു തന്നു. ഡോക്ടർ പറഞ്ഞ പിന്നെ ഒരു കുട്ടിയും കൂടി ആവാം, ഇത് എന്തായാലും ഇങ്ങനെയായി പോയില്ലേ, ഒരു കുട്ടിയും കൂടി ആവാന്ന് പറഞ്ഞു ഡോക്ടർ വന്നിട്ട്. പക്ഷെ അങ്ങനെ ആ കുഞ്ഞിനെ അങ്ങനെ തന്നെ വിടാനല്ലായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം. അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് അവരുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഒരു അത്ഭുതമായി. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നൊന്ന് കൈകൾ ശക്തിയോടെ അടിച്ച്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യേശുവിനെ പോലെ വേറൊരു ദൈവമില്ല എന്ന്. യേശുവിനെ പോലെ വേറൊരു യോഗ്യനായിട്ട് ആരുമില്ല. 2 കൈകളും ഉയർത്തിക്കൊണ്ട് ഒരു നിമിഷം കർത്താവിനോടൊന്ന് പറഞ്ഞ് നന്ദി എന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞ്, കർത്താവേ ഇത്രയും അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തല്ലോ, ഈ അത്ഭുതങ്ങൾ ഓരോന്നും കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾക്കുള്ള സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ സൗഖ്യം കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ കുഞ്ഞിനെ എല്ലാവരും ഈ കുഞ്ഞിനെ നേരെ ഒന്ന് കൈകൾ നീട്ടിയ കർത്താവേ, കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഇവൾ ഓടിച്ചാടി അവളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നമില്ലാതെ മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ ബുദ്ധിയുള്ള കർത്താവേ ഏറ്റവും നല്ല ആരോഗ്യമുള്ള കുഞ്ഞായി ഇവൾ വളരട്ടെ എന്ന് ഞങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു. മാതാവിനെയും പിതാവിനെയും അതുപോലെ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ചേർന്ന് കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിങ്ങാലക്കുട ആഗസ്റ്റ് 26 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. SN ക്ലബ് ഓഡിറ്റോറിയം, മുനിസിപ്പൽ ഓഫീസിന് എതിർവശം, ഇരിങ്ങാലക്കുട. നമുക്കെല്ലാവർക്കും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ദൈവജന സന്ദേശവും അതുപോലെ സാക്ഷ്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. കർത്താവിൽ വിശ്വസിക്കുന്ന ആരെയും കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കുകയില്ല. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി വൈകി എന്ന് തോന്നിയാലും ഇറ്റ് വിൽ കം ഡെഫിനറ്റ്ലി അക്കോർഡിംഗ് ടു ഹിസ് പ്ലാൻ ആൻഡ് ഹിസ് വിൽ. കർത്താവെ, ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് കടാക്ഷിക്കണമേ. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ദൈവിക വിടുതലുകൾ എല്ലാവരിലും ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മൂക്കിൻ്റെ അകത്ത് മാംസം വളർന്ന് ശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ത്രോട്ടിലുള്ള ക്യാൻസർ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. മറ്റൊന്ന് സ്കിൻ ക്യാൻസർ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. സ്കിൻ ക്യാൻസർ മാത്രമല്ല, സൊറായസിസ് പോലെയുള്ള ത്വക്ക് രോഗങ്ങൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. ഒരുപക്ഷെ പൊടിയടിക്കുമ്പോഴുള്ള അലർജിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മരുന്നിനോടുള്ള അലർജിയാകാം, ഫുഡ് അലർജിയാകാം, സോപ്പ് വെള്ളമോ അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അലർജിയാകാം. ചിലർക്ക് വെള്ളം പോലും അലർജിയുള്ളവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഏത് രീതിയിലുള്ള അലർജിയാണെങ്കിലും പൂർണ്ണമായ സൗഖ്യം അവർക്ക് ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. അതുപോലെ ചില മാനസിക രോഗങ്ങൾ ഉള്ള വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. പൈശാചിക ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്ന പലരെയും കർത്താവ് ഇപ്പോൾ വിടുവിക്കുന്നു. ഇൻ ജീസസ് നെയിം ഹി കെയിം ടു സെറ്റ് ഓൾ ദി ക്യാപ്റ്റീവ്സ് ഫ്രീ. പൂർണ്ണമായ വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ. ആ ഇരുളിൻ്റെ ശക്തികൾ മാറട്ടെ. പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. ഇൻ ജീസസ് നെയിം. കർത്താവിൻ്റെ വിടുതലുകൾ കർത്താവെ നീ ഓരോരുത്തർക്കും കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. കർത്താവ് ഇപ്പോൾ തന്നെ കൈനീട്ടി ഓരോരുത്തരെയും തൊട്ടും ഉറങ്ങാൻ കഴിയാത്ത ചില വ്യക്തികളെ കർത്താവ് ഇന്ന് വിടുവിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കണമേ. താങ്ക് യു ലോർഡ്. നട്ടലിൻ്റെ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ.
നിങ്ങളുടെ രോഗം എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിൽ നീട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുക, കർത്താവെ വിടുതലുകൾ എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ. പഠനത്തിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, വിവാഹം നടക്കേണ്ടതിൻ്റെ കാര്യത്തിൽ, മക്കളുണ്ടാകുന്ന കാര്യത്തിൽ, ഒരു വീട് വയ്ക്കുന്ന കാര്യത്തിൽ, ജോലിയിലെ പ്രൊമോഷൻ, ലോണുകൾ എടുത്തിട്ട് തിരിച്ച് അടക്കാൻ കഴിയാത്ത ഈ എല്ലാ കാര്യങ്ങളും കർത്താവ് നിൻ്റെ കാര്യം പ്രവർത്തിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹൃദയം പൂർണ്ണമായും യേശുവിന് വേണ്ടി കൊടുക്കുക. യേശുവിൻ്റെ രക്ഷിതാവായ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുക, യേശുവേ അങ്ങയെ എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങൻ്റെ കർത്താവാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഇന്നു മുതൽ അങ്ങേക്കായി ഞാൻ ജീവിക്കും. ആ ഒരു തീരുമാനമെടുത്ത് തുടർന്ന് മുന്നിലേക്ക് പോകുക. ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ ഞായറാഴ്ചകളിൽ രാവിലെ 9:30 മണി മുതലുള്ള ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കുക. നിങ്ങൾ ഏറ്റവും അടുത്തുള്ളൊരു ബ്ലെസ്സിങ് സെൻറ്റർ ഏതാണെന്ന് പ്രയർ ലൈൻ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. നിങ്ങൾക്ക് ഈ പ്രാർത്ഥിക്കുന്ന സമയത്തുണ്ടാകുന്ന വിടുതലുകൾ എന്താണ് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കൂടാതെ നിങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ പ്രയർ ലൈൻ നമ്പറിൽ വിളിച്ചറിയിക്കുക. ദൈവപ്രസാദം എന്നൊരു പുതിയ പുസ്തകം ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന കോപ്പികൾ ആവശ്യമുള്ളവർ സ്ക്രീൻ നമ്പറിൽ വിളിക്കുക. ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള എൻ്റെ പ്രാർത്ഥന ഡയറി, വിനേഴ്സ് ഫാക്ടറി, ആശിഷന്മാരെ തുടങ്ങിയുള്ള മറ്റു പുസ്തകങ്ങളും ഒക്കെ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഇന്ന് തന്നെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.